ശ്രീ എൻ.കെ. പ്രേമചന്ദ്രൻ എന്ന എം.പിയുടെ റാങ്ക് ആൻഡ് ഫയൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും വർഗീയ ഫാസിസത്തിനെതിരെ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയനാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിലെ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും BJPക്കെതിരെ എത്ര ശക്തമായ നിലപാടെടുത്ത MP ആയിരുന്നു ശ്രീ എൻ.കെ. പ്രേമചന്ദ്രൻ. താങ്കൾക്കും അതിൻ്റെ അകത്ത് സംശയമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ ഇന്ത്യയുടെ പാർലമെൻറ്റ് ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലുമോ അതിലൊരു സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എൻ.കെ. പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രഷ്യസായി ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ പാർലമെൻറ്റേറിയനാണ്. ഇന്ന് നമ്മൾ കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. എൻ.കെ. പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ ഏത് തരത്തിലായിരുന്നു ഓരോ പെർഫോമൻസും അദ്ദേഹം നടത്തിയിരുന്നത് എന്നുള്ളത്. CPM-നെ സംബന്ധിച്ച് എൻ.കെ. പ്രേമചന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതൊരു കൊതിക്കെറിവാണ്. എൻ.കെ. പ്രേമചന്ദ്രനെ പോലെ മിടുക്കനായ നല്ലൊരു പാർലമെൻറ്റേറിയൻ UDF പക്ഷത്ത് വന്നപ്പോഴേക്കും അത് തങ്ങളുടെ പക്ഷത്ത് നിന്ന് പോയതിൻ്റെ ഒരു കൊതിക്കെറിവായി. എന്തുകൊണ്ടാണ് പോയതെന്ന് എന്നുള്ളതിന് അദ്ദേഹത്തിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തെ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴിവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ CPM-ൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ടീമും ഒക്കെ ഇറക്കിയ ഒരു ക്യാപ്സൂൾ മാത്രമാണ്. ആ മനപ്പായസം ഒന്നും നിങ്ങൾ ഉണ്ണണ്ട, അതിവിടെ വേവില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ്സിന് പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ ആ വിരുന്നിൽ പോയി, അല്ലെങ്കിൽ അതൊരു വിരുന്ന് തന്നെ ആയിരുന്നില്ല, യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് മന്ദിരത്തിനുള്ളിലെ ഒരു ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവിടെ ഒരു MP പോയി സംസാരിച്ചു, അവിടെ ഇരുന്നു എന്നുള്ളത് കൊണ്ട് തകരുന്ന ഒരു നിലപാടുള്ള ഒരു വ്യക്തിയല്ല എൻ.കെ. പ്രേമചന്ദ്രൻ എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം അത്രയ്ക്ക് ശക്തമായ രീതിയിൽ വർഗീയ ഫാസിസത്തിനെതിരെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി രണ്ടാമതായി ഈ CPM-ൻ്റെ നിലപാട് എന്താണ്? CPM-നെ സംബന്ധിച്ച് CPM-ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ തോന്നൽ, ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJP-യുമായുള്ള CPM-ൻ്റെ ബന്ധത്തെക്കുറിച്ചാണ്. അതിന് വളരെ വ്യക്തമായ രീതിയിലുള്ള നിരവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ 67 മുതൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ആരാണ് ജനസംഘം എന്ന് പറയുന്ന ഇന്നത്തെ BJP-യെ വളർത്തിയിട്ടുള്ളത്? അതിന് ഏറ്റവും അധികം പങ്കുവഹിച്ചിട്ടുള്ളത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഹർകിഷൻ സിംഗ് സുർജിത്ത് പഞ്ചാബിൽ ചരിത്രം